ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാനിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള കുറച്ച് റോസസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ്. ഇത് വന്നിട്ട് ഒരു യെല്ലോ റോസാണ് കേട്ടോ. ഒത്തിരി വലിപ്പമുള്ള യെല്ലോ റോസാണ്. നമ്മുടെ താജ്മഹൽ റോസൊക്കെ അല്ലേ, റെഡ് താജ്മഹൽ, അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന റോസാണ് ഈ ഒരു യെല്ലോ റോസ് എന്ന് പറയുന്നത്. വലിപ്പമുള്ള പൂക്കളാണ്. മൊട്ടും പൂക്കളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല വലിപ്പമുള്ളതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസും ഉള്ള ടൈപ്പാണ് കേട്ടോ. രണ്ടാമതായിട്ട് നമ്മൾ സെയിലിന് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു സ്ട്രൈപ്പ് വെറൈറ്റിയാണ്. പിങ്കും യെല്ലോയും വൈറ്റും കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ എന്താണെന്നുള്ളത് പറയാൻ പറ്റില്ല. 3 കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു റോസ് വെറൈറ്റി എന്ന് പറയുന്നത്. പിങ്ക്, വൈറ്റ്, യെല്ലോ മിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് സ്ട്രൈപ്പാണ്, ജസ്റ്റ് ഇങ്ങനെ ലൈൻസ് പോലെ ഇതിൽ വരുന്നുമുണ്ട്. അപ്പോൾ കോംബോ അല്ല. അപ്പോൾ നമ്മുടെ രണ്ടാമതായിട്ട് സെയിലിന് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു റോസാണ് കേട്ടോ. മൂന്നാമതായിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ്. ഇതാണ് സംഭവം. ചന്ദന കളറാണ്. ചന്ദന കളറും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടൊരു ചുടുകട്ട കളർ പോലെ വരുന്നുണ്ട്. പക്ഷെ കുട പോലെ ആയിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. മൂന്നാമതായിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റാണ് കൊണ്ടുവന്നേക്കുന്നത്. നാലാമതായിട്ട് വന്നേക്കുന്നത് വേറൊരു ടൈപ്പ് യെല്ലോ ആണ് കേട്ടോ. യെല്ലോയിൽ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു യെല്ലോ ആണ് കേട്ടോ. ഒരു വല്ലാത്തൊരു നമ്മുടെ ഈ സ്കെച്ച് പെനിലൊക്കെ കാണത്തില്ലേ, അതിങ്ങനെ നമ്മൾ കുറേ നേരം ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്കൊരു കളർ വരില്ലേ, അങ്ങനെയുള്ളൊരു യെല്ലോ ആണ് കേട്ടോ. നല്ല ഡാർക്കായിട്ടുള്ളൊരു ഡീപ്പായിട്ടുള്ള യെല്ലോ കളറാണ്. ഇത് അടുത്തതായിട്ട് ഞാനെപ്പോഴും കോംബോസ് ഇടുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് കോംബോ എന്നുള്ള വാക്ക് കയറി വരുന്നത് കേട്ടോ. അടുത്തതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഡബിൾ ഡിലൈറ്റ് റോസാണ്. ഡബിൾ ഡിലൈറ്റിനെ കുറിച്ചിട്ട് മിക്ക പേർക്കും അറിയാമായിരിക്കും. നമ്മുടെ ബേബി പാരഡൈസും ഡബിൾ ഡിലൈറ്റും ഏകദേശം കളറിൻ്റെ കാര്യത്തിൽ സെയിം ആണെന്ന് കരുതിയിട്ട് പലരും ബേബി പാരഡൈസിന് പകരം ഡബിൾ ഡിലൈറ്റിന് പകരം ബേബി പാരഡൈസ് വാങ്ങിക്കാറുണ്ട്. അടുത്തതായിട്ട് ഡീല മാൽമേസിനാണ്. ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റിയിൽ വരുന്ന ഡീല മാൽമേസിനാണ്. ഇതിൻ്റെ ഇപ്പോൾ 5 തൈകൾ മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഓർഡർ തന്നവർക്കെല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നാടൻ മഞ്ഞ റോസൊക്കെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. ആ ഒരു മഞ്ഞയുടെ പിങ്ക് അങ്ങനെയാണ് ഇത് വരുന്നത്. നല്ല ഭംഗിയാണ്, വലിപ്പമുള്ള പൂക്കളാണ്. അതുപോലെ സ്മെല്ലും ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും പൂക്കൾക്ക്. ഓൺ റൂട്ടഡ് ആണ്. നമ്മുടെ കമ്പ് വെച്ച് പിടിപ്പിക്കുന്ന ടൈപ്പാണ് കേട്ടോ. കമ്പ് നട്ട് എങ്ങനെയാണോ നമുക്ക് റോസ് പിടിപ്പിച്ചെടുക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതലായിട്ടും നമുക്ക് അവൈലബിലിറ്റി എന്ന് പറയാനായിട്ട് അങ്ങനെ നമുക്ക് റെയറാണ്. ഒത്തിരി അവൈലബിലിറ്റി വരാറില്ല റോസിന്. വന്നാൽ തന്നെയും ബഡ്ഡിങ് ആയിരിക്കും കിട്ടുന്നത്. ഇത് നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈയാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന യെല്ലോ റോസ് എന്ന് പറയുന്നത്. നാടനാണ്. ഇതിൻ്റെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. തീരെ ചെറുതൊന്നുമല്ല, നല്ല മരം പോലെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ്. ഒത്തിരി വലിപ്പമുള്ളതും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള വലിയ പ്ലാന്റ്സ് ആണ് നമുക്ക് ഈ നാടൻ മഞ്ഞയുടേത് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 7 ഡേയ്സിൻ്റെ ആയാലും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളർ യെല്ലോ 7 ഡേയ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു ചന്ദന കളർ വരുന്ന, ചന്ദന കളറല്ല, ഇച്ചിരി കൂടെ ഡീപ്പായിട്ടുള്ള പ്ലാന്റാണ് 7 ഡേയ്സിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ നാടൻ മഞ്ഞയുടെ ഏകദേശം ഒരു 10 പ്ലാന്റ്സിനകത്തേ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഐഡിയ ഒന്നും അറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു വൈറ്റും ഒരു പിങ്കും ഷെയ്ഡ്, പിങ്കല്ല മജന്ത ഷെയ്ഡിൽ വരുന്ന റോസാണ് കേട്ടോ. ഇതിൻ്റെ ഒത്തിരി തൈകളൊന്നുമില്ല, 1-2 തൈകൾ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. ഈ റോസിന് നല്ല സുഗന്ധമുള്ളൊരു റോസാണിത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് 1-2-3 പ്ലാന്റ്സ്, അതിൽ കൂടുതലൊന്നും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസസിൻ്റെ 3-4 പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഡബിൾ ഡിലൈറ്റ് ആയാലും നമുക്കൊരു 4-5 പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് പ്ലാന്റ്സ് നമുക്കൊരു 5 പ്ലാന്റ്സിനകത്തൊക്കെ സ്റ്റോക്കുള്ളൂ. ഡബിൾ ഡിലൈറ്റിൻ്റെ പല ഇത് ഓരോ രീതി ഞാൻ കാണിച്ചത്. ഇത് ഡബിൾ ഡിലൈറ്റാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. നമ്മളെ ബേബി പാരഡൈസും ഡബിൾ ഡിലൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡിലൈറ്റ് വൈറ്റും ഒരു പിങ്കും ഷെയ്ഡിലാണ് വരുന്നത്. ഡബിൾ ഡിലൈറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ചന്ദന കളറാണ്, ഒരു യെല്ലോയിഷ് ചേർന്നൊരു വൈറ്റാണ്, ഒരു ഓഫ് വൈറ്റും പിന്നെ മജന്ത ഷെയ്ഡ് വരാറുണ്ട്. ഇതേപോലെ ലൈറ്റ് കളറിലൊക്കെ വരാറുണ്ട്. പക്ഷേ സ്മെല്ലിൻ്റെ കാര്യത്തിൽ നമ്മുടെ പരന്തീർ റോസിൻ്റെ അതേ ടൈപ്പ് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു റോസിന് വരുന്നത്. ഇതിപ്പോൾ പല മൊട്ടും അതിൻ്റെ വിരിഞ്ഞതും ഒത്തിരി വിരിഞ്ഞ് കൊഴിയാറായതിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങളിപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ ഡയറക്റ്റ് നഴ്സറിയിൽ പോയി മേടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ
എന്താ അതിൻ്റെ ഭാവങ്ങൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ ഈസി ആവും, മനസ്സിലാക്കാനായാലും നിങ്ങൾക്കത് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ട് പർച്ചേസ് ചെയ്യാമല്ലോ, അങ്ങനെയാണ് കേട്ടോ. അടുത്തതായിട്ട് സെൻറ്റിമെൻ്റൽ സെൻറ്റിമെൻ്റൽ റോസിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ടൈഗർ സ്ട്രൈപ്പ് റോസ് വെറൈറ്റിയിൽ വരുന്നതാണ്. ഇതും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു മജന്ത വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ്. നല്ല രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഈ കുഞ്ഞ് മിനിയേച്ചറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാറുള്ളത് വൈറ്റ്, റെഡ്, യെല്ലോ, ഓറഞ്ച് അങ്ങനെയായിരിക്കും. പക്ഷേ ഇത് ഡബിൾ കളറിൽ 2 കളറിൽ വരുന്നതാണ്. അതിൻ്റെ കോമ്പിനേഷൻ ആയാലും അടിപൊളിയാണ് കേട്ടോ. അടുത്തതായിട്ടുള്ളത് ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഓർക്കിഡ് റോസിൻ്റെത്. ഒത്തിരി തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്, കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ഓർക്കിഡ് റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരു 3 ബ്രാഞ്ച് 4 ബ്രാഞ്ചൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. അടുത്തതായിട്ടുള്ളത് കരിഷ്മ റോസാണ്. തീക്കട്ട, നമ്മുടെ ഫ്ലെയിം എങ്ങനെയാണോ ആ സെയിം തന്നെയാണ് ഈ ഒരു പൂവ് പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അത്രമാത്രം കളർ കോമ്പിനേഷനിൽ ഒരു ഓറഞ്ചും യെല്ലോയും കോമ്പിനേഷനിൽ വരുന്നതാണ്. ഇതിൻ്റെതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ്. കൂടുതലായിട്ട് നമുക്കിത് കിട്ടുന്നത് നാടൻ ബഡ്ഡിങ് തൈകളായിരിക്കും. പക്ഷേ നമുക്ക് ഇപ്രാവശ്യം സെയിലിനായിട്ടുള്ളത് ഓൺ റൂട്ടഡ് കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ. കരിഷ്മ എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത്. കരിഷ്മ, സിരിഷ്മ എന്നൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നതാണ്. അടുത്തതായിട്ട് ഫ്ലെയിം ബോയാണ്ട് എന്ന് പറയുന്ന ഈ ഒരു റോസാണ്. പിങ്ക് ബട്ടൺ നമ്മുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗാർഡനിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്നും പൂക്കൾ തന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു വെറൈറ്റിയാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് എന്നും പൂക്കൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഗാർഡനിലോട്ട് നോക്കുമ്പോൾ ഒരു ദിവസം പോലും ഫ്ലവർ ഇല്ലാതിരിക്കുന്നൊരവസ്ഥ വരില്ല. അത്രമാത്രം പൂക്കൾ തരുന്ന, നമ്മുടെ പ്ലാന്റ് കാണാത്ത രീതിയിൽ പൂത്തൊലഞ്ഞ് നിൽക്കുന്നൊരു വെറൈറ്റി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ബഞ്ചായിട്ട് പൂക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് മുക്കുത്തി റോസാണ്. മുക്കുത്തി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ മൂക്കിലിടുന്ന മുക്കുത്തി. അതുപോലത്തെ ഒരു റോസാണ്. കാരണം അത്രയും കുഞ്ഞു പൂക്കളായതുകൊണ്ടാവണം മുക്കുത്തി റോസ് എന്ന് പേര് വന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. ക്യൂട്ട് ഫ്ലവേഴ്സാണ്. കുഞ്ഞു കുഞ്ഞു പിങ്ക് ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിന് വരുന്നത്. ഒത്തിരി പൂക്കൾ തരും, ബഞ്ചായിട്ട് പൂക്കും. ഒരു കൊല്ലയിൽ തന്നെ 5-6 പൂക്കൾ കാണും. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. ഒരു വൈറ്റ് ഷെയ്ഡൂടെ ഉള്ളിൽ വരും കേട്ടോ. അങ്ങനെ ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഒത്തിരി പേരുടെ പരിഭവങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു റോസായിരിക്കണം പനിനീർ റോസ്. അതും നാടൻ പനിനീർ റോസ്. എത്ര കമ്പ് വെച്ചാലും പിടിച്ച് കിട്ടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് കമ്പ് വെച്ചു, പിടിച്ച് കിട്ടുന്നില്ല, എനിക്കതിൻ്റെ ഓൺ റൂട്ടഡ് വേണം എന്നാണ് ആൾക്കാർ പറഞ്ഞ് മേടിക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് തൈകൾ, കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് കേട്ടോ. അടിപൊളി റോസാണ് കാണാനായിട്ട്. ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. സ്മെല്ലിൻ്റെ കാര്യത്തിൽ പിന്നെ പറയുകയേ വേണ്ട. അടുത്തതായിട്ട് നമ്മുടെ സമ്മർ സ്നോ ക്രീപ്പറാണ്. സമ്മർ സ്നോ ക്രീപ്പറിൻ്റെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി റോസാണിത്. ഒത്തിരി പൂക്കളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് കണ്ടോ, ഒരു ബ്രാഞ്ചിൽ തന്നെ 3-4 പൂക്കളാണ്. 3-4 ഒന്നും അല്ല കേട്ടോ, നമ്മുടെ നിറഞ്ഞു പൂക്കുന്നൊരു ടൈപ്പാണ്. സമ്മർ സ്നോ എങ്ങനെയാണോ ഫ്ലവറിങ് തരുന്നത് അതുപോലെ തന്നെ നമുക്കിതിനകത്ത് നിന്ന് ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒത്തിരി വൈറ്റ് ആയിട്ടുള്ള പേപ്പർ റോസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് കാണാനായാലും. അതൊരു പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ്. നമ്മുടെ സമ്മർ സ്നോ എങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുമോ, ഇപ്പോൾ ഒരു ആർച്ച് പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അത്രയും അടിപൊളിയായിട്ട് വരും. ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഞാനും കൂടെ അടുത്ത് നിൽക്കുവാണ്. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അടുത്ത് നിന്നിട്ട് പോലും നല്ല ഹൈറ്റ് ഉണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. ഞാൻ വളച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ആർച്ച് പോലെ. ഇതിപ്പോൾ 2 പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ കാണിക്കുന്നത്. ഏകദേശം എൻ്റെ ഒരു കൈമുട്ടിൻ്റെ അത്രയും ലെങ്ത് ഉള്ള പ്ലാന്റാണ് കേട്ടോ. പിന്നെ അതായത് നമ്മൾ ആർച്ച് പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് 2 വശത്തിൽ നിന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ആർച്ച് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റോസ് വെച്ചിട്ട് നമുക്കൊരു ആർച്ച് പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. താഴെ മുതൽ അങ്ങറ്റം വരെയും ഫ്ലവറിങ് ഉള്ളൊരു വെറൈറ്റി ഉണ്ട്. പ്ലാന്റ്സ് വേണ്ടൊരു വാട്സപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു.